ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ വീഡിയോസുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ പുതിയ ചാനലിൻ്റെ പേര് എന്നിട്ട് പറയാ, ഞങ്ങളുടെ സ്ഥലം അതിരപ്പള്ളിയാണ്. അപ്പം കറക്റ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്താണ്. ഈ ഭാഗത്തായിട്ട് ഒരു ദിവസം ഒരു മുതല കയറിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ആ സംഭവം അപ്പം കുറേ പേര് എല്ലാത്തിനും ചെറിയ ക്ലിപ്പുകൾ മാത്രം കണ്ടിട്ടുണ്ടായുള്ളൂ. ഫുൾ വീഡിയോ എൻ്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അത് എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയാണ് വീഡിയോ ആണത്. അപ്പം എല്ലാവരും ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ കൂടെ ഉണ്ടാവണം. ഓക്കെ. ചീങ്ങനി എവിടെയാ ചേട്ടാ? ചീങ്ങനി അറിയാന്ന് വെച്ചാൽ അപ്പുറത്തെ കടയിലാന്ന് പറയുമ്പോഴില്ല, അതിങ്ങനെ ചേച്ചിയാന്ന് പറയുമ്പോഴില്ല. ഞാൻ പതുക്കെ നോക്കിട്ട് അങ്ങോട്ട് നീങ്ങ അതെന്നില്ലേ നാണായിട്ട് പാടിക്കുക. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപത്തെ വീടിന്റെ വരാന്തയിൽ ചീങ്കണ്ണിയെ കണ്ടെത്തി. തൃശൂരിൽ വീടിന് മുന്നിൽ ചീങ്കണ്ണിയെ കണ്ടെത്തി. അതിരപ്പള്ളി വീട്ടുടമയ്ക്ക് പറയാനുള്ളത് കേൾക്കാം. ഈ ഭാഗത്തായിട്ട് ഒരു ചീങ്കണ്ണി കിടക്കണ്ടായിരുന്നു. വലുതാണ്. ബസ്സിലെ കണ്ടത് വൈഫാണ്. പിന്നെ ഞാനും കണ്ടു. പിന്നെ അവിടെ പുറക്കാരെ വിളിച്ച് അറിയിച്ചു. പിന്നെ അവിടെ നാട്ടുകാരും PSന്റെ ജോലിക്കാർ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി സഹായിച്ച് പുഴയിൽ കൊണ്ട് നിർത്തും. ഇവിടെ ആരൊക്കെ താമസിക്കുന്നത്? ഇവിടെ ഇപ്പൊ ഞാനും ഭാര്യയും മകനും മരുമോളും കുട്ടിയും. എപ്പോഴാ വന്നേ? ഞങ്ങൾ കണ്ടത് വെളുപ്പിന് ഒരു 5:30 ഇങ്ങനെ കാണുന്നു വിചാരിച്ചില്ല. എന്നാലും കാഴ്ചബംഗ്ലാവിൽ കാണുന്ന പോലെ അല്ലാണ്ട് ഒരുപാട് വീട്ടിൽ വന്ന് മുതലെ കാണിച്ചിട്ട് പോകുന്ന വിചാരിച്ചില്ല. നേരം പുലർന്ന് വീട്ടമ്മ പുറത്തിറങ്ങിയപ്പോഴാണ് ചീങ്കണ്ണിയെ കണ്ടത്. പിന്നെ ഈ സാധനം ഉണ്ടല്ലോ, കുറച്ചേരൊക്കെ അങ്ങനെ കിടന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിന്റെ തനി സ്വരൂപം പുറത്തേക്ക് വന്നു. ശരിക്ക് പേടിയായി. കാരണം ആൾക്കാർ അപ്പുറത്തെ സൈഡിലൊക്കെ നിന്നിട്ട് ഫോറസ്റ്റുകാർ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അവര് വടി കൊണ്ട് ഇങ്ങനെ പതുക്കെ കാണിച്ചു ഇതിനെ ഓടിപ്പിക്കാൻ വേണ്ടി, ആട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്കിതിന്റെ തനി സ്വരൂപം ശരിക്കും പുറത്തേക്ക് വന്നു. എന്റെ പൊന്നെ ഒരു രക്ഷയില്ല. അപ്പോഴാണ് ശരിക്കും എല്ലാവരും പേടിച്ചത്. വാതിലൊക്കെ വേഗം ചാടി അടച്ച് ആൾക്കാർ എല്ലാവരും വീട്ടിൽ കയറി. കുറച്ച് പേര് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടിപ്പോയി. നല്ല സംഭവം നല്ല രസമായിരുന്നു. അതിപ്പോ ആലോചിക്കും. പക്ഷെ അപ്പൊ നന്നായിട്ട് പേടിയായിരുന്നു. ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടുകാരും എല്ലാവരും വന്ന് പതുക്കെ പിടിച്ച് വെള്ളച്ചാട്ടത്തിനെ താഴെയാണ് കൊണ്ടാക്കിയത്.
അതൊക്കെ പക്ഷെ ന്യൂസിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും പിന്നെ ഞാൻ കാണിച്ചു തരേണ്ട കാര്യമില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, വേണമെങ്കിൽ ആ ന്യൂസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. പുഴയിലേക്ക് തന്നെ അതിനെ വിട്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ മറ്റുള്ള ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കുക. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി വേറെ കുറച്ച് വീഡിയോസുകൾ കൂടി വരാനുണ്ട്. അപ്പോൾ ശരിയാണ്. ഓക്കെ, അത്രേ ഉള്ളൂ.